അപ്പോൾ പവികൂട്ടം വന്നപ്പോൾ ഇതാ വൈകുന്നേരം ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കവള് കൊണ്ട് കാണിച്ചിട്ട് ഉമ്മ വയ്ക്കാൻ പറയുമ്പോൾ ഞാനങ്ങനെ പറ്റിച്ച് വിടും. അപ്പോൾ ഇപ്പോൾ ഇതാ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു ഉമ്മ കൊടുത്തപ്പോൾ അവൾക്ക് തന്നെ അതിശയായി പോയി. അപ്പോൾ ഇതാ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ചോറെടുത്ത് കഴിക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ ഞാൻ അവൾക്ക് പെട്ടെന്ന് തന്നെ 2 ദോശ ഉണ്ടാക്കി കൊടുത്തു. ചായ ഇട്ടു കേട്ടോ. ചായ ഇട്ടപ്പോഴത്തേക്ക് ദുർഗമ്മയ്ക്ക് ഞാൻ ചായ എടുത്തില്ല. 2 ദിവസമായിട്ട് ചായ കുടിക്കണില്ല. പിന്നെ വെറുതെ എന്തിനാ ചായകൾ എന്നെ വിചാരിച്ചു. പക്ഷേ ഞാൻ ചായ കുടിക്കണമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ ചായയുടെ ബാക്കി ഉണ്ടായിരുന്നത് അവൾ മേടിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയിരുന്ന മാവ് കണ്ണനും അമ്മയ്ക്കൂടെ ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചായ ചൂടാറിയിട്ട് കുടിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ അന്നനാളത്തിനൊക്കെ അത് ദോഷകരമാണ്. അപ്പോൾ ഇതാ ദുർഗമ്മയ്ക്ക് ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാത്രിയായിട്ടോ. അപ്പോൾ ഇതാ ഒഴിച്ചുകറി കൂട്ടി അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ നല്ല പുളിയുള്ള കറി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ കഴിച്ചേക്കും. പക്ഷേ ഞാൻ ചോറ് കൊടുത്തപ്പോഴത്തേക്ക് അവൾ കഴിച്ചു കേട്ടോ. ആ പുളി അങ്ങോട്ട് ചെന്നപ്പോൾ ആ മുഖത്ത് വിരിയുന്ന പല ഭാവങ്ങളും കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പൊന്നൂസ് എന്തിനാ കരഞ്ഞ സ്കൂളിൽ പോയപ്പോൾ? സ്കൂളിൽ പോയപ്പോൾ വാവണ്ണാനെ തോറ്റനെ കൊണ്ട് കാച്ചോട് ചീത്തന്നെ. അപ്പം വാവ കണ്ണതാ മണം എവിടെയും കാണാൻ പറ്റുന്നതായിട്ട് കാണും. കരഞ്ഞോ? വിഷമായോ അമ്മ ഇട്ടിട്ട് പോന്നപ്പോൾ? അപ്പോൾ വേറെ പിള്ളേരൊക്കെ ക്ലാസ്സിൽ ഇരിപ്പില്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? അപ്പോൾ ഇനി കരയാതെ പോവോ നല്ല കുട്ടിയായിട്ട്? ഗുഡ് ഗേൾ ആണോ? ഞാൻ ഇനി സ്കൂളിൽ പോവില്ലേ എന്നാണ് കേട്ടോ എന്നോട് പറയുന്നത്. പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ എനിക്കങ്ങ് ചോറിച്ചിട്ടുണ്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതേ ഒഴിച്ചുകറി എടുത്തു. പിന്നെ ഇതേ മാങ്ങാക്കറി, അതുപോലെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 കൂടി എടുത്ത് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പവിക്കുട്ടിന് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ കണ്ണ വർക്ക് ചെയ്യുകയാണ്. അമ്മ ദാ ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഈ മാങ്ങായും മുരിങ്ങക്കോലും വെള്ളയ്ക്കയും അതുപോലെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും നല്ല സൂപ്പർ മാങ്ങാക്കറി ഇതെല്ലാം കൂടി ഇങ്ങനെ ഇടയ്ക്ക് മീനൂടെ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മീൻ കൂട്ടാൻ പേടിയായതുകൊണ്ട് കിട്ടത്തില്ല. എന്തായെങ്കിലും മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ കൂടെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പം മീനിൻ്റെ ഫോട്ടോ കൂടി നോക്കി ചോറിനേണ്ട അവസ്ഥയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.